തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. 3.5 ലക്ഷത്തിലേറെ രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് ഭരണസമിതി പരിധിയിലെ ഏറ്റവും അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഏറ്റവും അർഹരായ 9 പേർ ശ്രവണ സഹായികൾ ഏറ്റുവാങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം നല്ല പ്രവർത്തനത്തിന് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിന് എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ഒരു 3 വർഷത്തോളം ആദ്യം കുറച്ചുണ്ടായി, പിന്നെ രണ്ടാമത് ഇങ്ങനെ കൂടി ഇപ്പം അത് 50% അതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടായി. 3,65,000 രൂപ വകയിരുത്തിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് സമാശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഈ പദ്ധതി നടപ്പിലാക്കിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഭിന്നശേഷിക്കാർക്ക് മറ്റ് സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തിരുന്നു. 2ാം ഘട്ടഭാഗമായാണ് കെൽട്രോണിന്റെ സഹകരണത്തോടെയുള്ള ഈ ശ്രവണ സഹായി വിതരണം. പ്രത്യേകമായി മെഡിക്കൽ ക്യാമ്പ് കണ്ടെത്തിയാണ് ഇതിലേക്കുള്ള അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. 3,66,000 രൂപ വകയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പേത്തെ വർഷവും അതുപോലെ തന്നെ വലിയ എമൗണ്ട് നീക്കി വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കുള്ള ഉപകരണം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ ആളുകളുടെ അപേക്ഷ ക്ഷണിച്ച് അവരുടെ ഒക്കെ തന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പ് ഏർപ്പെടുത്തി ആ ക്യാമ്പിൽ പങ്കെടുത്ത വിദഗ്ധർ എന്താണോ ഇവർക്ക് ആവശ്യമായ ഉപകരണം, ആ ആവശ്യമായ ഉപകരണങ്ങൾ 2 ഉപകരണങ്ങളൊക്കെ ലഭിച്ച ആളുകളുണ്ട്. ആ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് നമ്മൾ നടത്തിയത്. അതിന് 1ാം ഘട്ടം അതായിരുന്നു. അതിൽ 2ാം ഘട്ടം ഏകദേശം 9 ആളുകൾക്ക് ശ്രവണയന്ത്രം ആവശ്യമായി വന്നു. അവർക്ക് അല്പം വൈകുന്നതിനാൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ എത്തി അത് വിതരണം ചെയ്യുക എന്നുള്ള ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൗദ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം ആനന്ദവല്ലി, അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, സാജിദ സഫറുള്ള, എം രജീഷ് ബാബു, സൂപ്പർവൈസർ റോസ്ന വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തിലും ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണത്തിനായി 3.5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് ജൂൺ 2 നടത്തുമെന്നും ഭരണസമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.